ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മേരി സ്ട്രീറ്റ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് മുട്ടിച്ചാറാണ്. ബീഫിൻ്റെ എല്ല് കഷ്ണങ്ങൾ കൊണ്ടിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. നമ്മളിപ്പോൾ നോർമലി കപ്പയൊക്കെ ഇട്ടിട്ടാണല്ലേ വെക്കാറ്. ഇതെന്ന് പറഞ്ഞാൽ പഴമയുടെ ഒരു രുചിയാണ്. പഴയ അമ്മമ്മമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു കറിയാണിത്. പണ്ട് കൊച്ചിക്കാരുടെയൊക്കെ കല്യാണ തലേന്ന് ഈ ബോട്ടി കറിയും കുടൽ കറി അതുപോലെ ഈ ഒരു എല്ല് ചാറും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. പതുക്കെ പതുക്കെ ഇപ്പോൾ അത് കുറഞ്ഞു വരുവാണ് കേട്ടോ. ഈ എല്ല് ചാറ് കുറച്ച് നേരത്തെ അങ്ങ് പോയി. പിന്നെ ഈ കുടൽ കറിയും പതുക്കെ പതുക്കെ പോയി. ഇപ്പോൾ ആളുകൾ ബീഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ടേസ്റ്റ് എന്തായാലും നമുക്കൊന്ന് അറിയണമെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മുട്ടിച്ചാറ് അല്ലെങ്കിൽ എല്ലുകറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ബീഫിൻ്റെ വലിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതാണ്, എല്ലിൻ്റെ പീസാണ് കേട്ടോ ഇത്. അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മാംസമായിട്ടുള്ളതല്ല, എല്ലിന്മേൽ കുറച്ചിങ്ങനെ മാംസം പിടിച്ചിരിക്കുന്ന ടൈപ്പ് പീസുകളാണ്. അതൊരു 750 ഗ്രാം അല്ലെങ്കിൽ 3/4 കിലോ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും പിന്നെ ഒരു 4-5 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണിത്. പച്ചമുളകിന് അത്യാവശ്യം എരിവ് വേണം കേട്ടോ, കാരണം വേറെ പ്രത്യേകിച്ച് എരിവൊന്നും നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് ചേർക്കുക. ആവശ്യത്തിന് എരിവിന് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് കുറച്ച് മുഴുവൻ മസാല വേണം. 4-5 കറിയാമ്പൂ, ഒരു 4-5 ഏലക്ക, ഒരു 3-4 കഷ്ണം പട്ട, ഇതെല്ലാം കൂടി ചെറുതായി ഒന്ന് കുത്തിച്ചതച്ചെടുക്കുക. അതതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റവ് ഒന്നും ഓൺ ചെയ്തിട്ടില്ല. ഇനി ഇതെല്ലാം കൂടെ കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ സ്റ്റവ് ഓൺ ചെയ്ത് ഇത് വേവിച്ചെടുക്കുന്നത്. ബീഫ് വെന്ത് വരുന്ന പാകത്തിന് അത് വേവിച്ചെടുക്കുക. ഒരു 3-4 വിസിലൊക്കെ വേണ്ടി വരുമായിരിക്കും. നിങ്ങളുടെ പാകത്തിന് നോക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് അത് വെന്ത് കിട്ടണം, അത്രയാണ് വേണ്ടത്. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇതിനകത്തേക്ക് ഇപ്പോൾ. അപ്പോൾ ഞാൻ നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മിയതിന് ശേഷം സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വെന്ത് വരട്ടെ കേട്ടോ. ഇപ്പോൾ ഒരു 3-4 വിസിലൊക്കെ അടിച്ച് വന്നപ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, കുറച്ച് തണുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് നേരമായി. കണ്ടില്ലേ, ഇത്രയും വെള്ളം വന്നിട്ടുണ്ട് ഇതിനകത്തുനിന്ന്. അപ്പോൾ കണ്ടില്ലേ, ഈ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. എല്ലിൽ നിന്നൊക്കെ ചെറുതായി വിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. ഇതുപോലെ ഒരു മുറിയുടെ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ചിരണ്ടി എടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കൊത്താക്കിയിട്ടാണ് എപ്പോഴും എടുക്കുക, എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ ഒരു മുറി തേങ്ങയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മാത്രം ജീരകം, ചെറിയ ജീരകമാണ് ചേർക്കേണ്ടത്. ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റായിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ കറിയിലേക്കുള്ള ഗ്രേവിക്കുള്ള അരപ്പ്. അപ്പോൾ ഞാൻ ആ കുക്കറിൽ നിന്ന് ഒരു പാനിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ കുക്കറിലുള്ള മസാലയും കൂടെ ഒരു 1/2 കപ്പോ, ആവശ്യത്തിന് ഒരു ഒപ്പമായിട്ട് വേണ്ട, അതിന് തൊട്ട് താഴെയായിട്ട് വരുന്ന വിധത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക. ഏകദേശം 1/2 കപ്പ് 3/4 കപ്പ് വെള്ളം വരെ ഒഴിക്കാം കേട്ടോ. എന്നിട്ട് അതിങ്ങനെ നന്നായിട്ട് തിളച്ച് വരട്ടെ. അത്ര നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഈ സമയത്ത് നമ്മൾ അരപ്പ് റെഡിയാക്കി വെക്കണം. ഇത് നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. കണ്ടില്ലേ, നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടെ ചേർത്തിട്ട് അത് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുക. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് ആ അരപ്പെല്ലാം നന്നായിട്ട് ആ ബീഫിൻ്റെ പീസിലേക്കൊക്കെ പിടിച്ച് നന്നായി വരണം. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഈ ബീഫിൽ നല്ല നെയ്യുള്ള പീസുകളല്ലേ, മുട്ടി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നല്ല നെയ്യ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നന്നായിട്ട് ഇതിനകത്തേക്ക് തെളിഞ്ഞ് വരണം. ആ സമയത്താണ് നമ്മൾ ഇതിനകത്തേക്ക് ഇനി താളിച്ചൊഴിക്കാൻ പോകുന്നത് കേട്ടോ. ഇത് നല്ല പണ്ടുമൊക്കെ ഭയങ്കര എപ്പോഴും ആളുകൾ ഉണ്ടാക്കിയിരുന്ന ഒരു കറിയാണ്. കണ്ടില്ലേ, ഈ പരുവത്തിൽ നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ച് നേരം തിളച്ച് കഴിഞ്ഞപ്പോൾ പാകത്തിന് ഒരു മോരുകറിയുടെയൊക്കെ ഒരു അത്യാവശ്യം ഒരു കട്ടിയുള്ള മോരുകറിയുടെ ഒരു കട്ടിയാണ് ഇതിനുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 6-7 വെളുത്തുള്ളി, 3-4 ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില, അത്ര എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് നമ്മൾ താളിച്ചൊഴിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ആദ്യം വറ്റൽമുളകും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി ഒന്ന് വഴറ്റി നല്ല ബ്രൗൺ കളർ ആകണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അത് നന്നായി ബ്രൗൺ ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മളിനി കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. സാധാരണ നമ്മൾ താളിക്കുമ്പോൾ ഒരു നുള്ളൊക്കെയാണല്ലോ മുളക് പൊടി ചേർക്കാറ്. ഇതിപ്പോൾ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ.
കാരണം ആ കറിയുടെ കളറൊന്ന് നന്നായി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കുറച്ച് മുളക് പൊടി ചേർക്കണം, നമ്മൾ ഇതുവരെ മുളകൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചേർത്തിട്ട് താളിച്ച് ഇതിലേക്ക് ഒഴിക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ എല്ലുകറി അല്ലെങ്കിൽ മുട്ടിച്ചാറ് റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പഴയ നമ്മുടെ അമ്മമ്മമാരുടെയൊക്കെ ഒരു കറിയാണിത്. അപ്പം ഇങ്ങനെ എല്ലാവരും മറന്ന് വരുവാണ്. ഇപ്പം എല്ലാവരും സൂപ്പൊക്കെ ഉണ്ടാക്കാറാണ് പതിവല്ല. അപ്പോൾ ഇതാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. കണ്ടില്ല അതിൻ്റെ ആ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി അഥവാ ഒരു ദിവസമൊക്കെ ഇരുന്ന് നമ്മൾ പിറ്റേന്ന് ആകുമ്പോഴേക്കും പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയാട്ടോ. പുട്ടോ ദോശയോ അപ്പം എന്തിൻ്റെ കൂടെ ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോഴേക്കും ചാറ് ഒന്നും കൂടെ ഒന്ന് തിക്കായി വരും പിറ്റേന്നൊക്കെ ആകുമ്പോഴേക്കും. നല്ല നെയ്യാണ് ഇതിന്, ആ നെയ്യാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ. കണ്ടില്ല നല്ലൊരു കൺസിസ്റ്റൻസി, നല്ല ടേസ്റ്റ്, നല്ല മണമൊക്കെയാണ് ഈ കറിക്ക്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും. കണ്ടില്ല ഇതാണ് അതിൻ്റെ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ. നല്ല ടേസ്റ്റാണ് ചോറിലൊഴിച്ച് കഴിക്കാൻ. അപ്പോൾ ഈ മുട്ടിച്ചാറ് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പണ്ട് കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ആ ടേസ്റ്റൊക്കെ ഒന്നുകൂടെ ഒന്ന് ഓർത്തെടുക്കാനും, അല്ല ഇതുവരെ കഴിക്കാത്തവർക്ക് ആ പഴയ ടേസ്റ്റ് എന്താണെന്നൊന്ന് അറിയാനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യും ഈ കറി. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ. അപ്പം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോൻ്റെ തൊട്ട് താഴെ റെഡ് കളറിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. കൂടുതൽ ആളുകൾ കാണുമ്പോഴാണല്ലോ നമുക്ക് പിന്നെ വീഡിയോസ് ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. സോ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സോ നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.